ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ദേവീ മഹാത്മ്യം മധ്യമചരിതം അധ്യായം 2 മഹിഷാസുര സൈന്യവധം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എന്താണ് മഹിഷാസുര സൈന്യവധത്തിൽ പറയുന്ന കഥ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ദേവിയുടെ മറ്റൊരു രീതിയിലുള്ള ആവിർഭാവത്തെക്കുറിച്ച് പറയുകയാണ് സുമേധസ് മഹർഷി. തുടർന്ന് പറയുന്നതാണ് ഇത്. വീണ്ടും സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിൻ്റെ അടുത്ത് പറയുന്നതാണ് ഈ ഒരു കഥ. ദേവിയുടെ മറ്റൊരു രീതിയിലുള്ള ആവിർഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. സുമേധസ് മഹർഷി പറയുകയാണ്, പണ്ട് മഹിഷാസുരൻ എന്നു പേരുള്ള ആ അസുരന്മാരുടെയും പുരന്ദരൻ എന്ന് പേരുള്ള ഇന്ദ്രൻ. ഓരോ ഇന്ദ്രനും പ്രത്യേകം പേരുകളുണ്ട്. ദേവന്മാരുടെയും അധിപനായിരിക്കുന്ന സമയത്തെ ഒരിക്കൽ ദേവാസുരം, അതായത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം ഇടവിടാതെ യുദ്ധം ഉണ്ടായി. തുടർച്ചയായി യുദ്ധം ചെയ്തു. അങ്ങനെയിരിക്കെ അവിടെ അതിപരാക്രമശാലികളായ അസുരന്മാരാൽ ദേവന്മാരുടെ സൈന്യം പരാജയപ്പെട്ടു. അങ്ങനെ മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും ജയിച്ചിട്ട് ദേവന്മാരുടെ അധിപനായിട്ടുള്ള രാജാവായിട്ടുള്ള ഇന്ദ്രനായി തീരുകയും ചെയ്തു. അനന്തരം പരാജയപ്പെട്ട ആ ദേവന്മാർ താമരയിൽ നിന്ന് ജനിച്ച ആ പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവിനെ മുൻനിർത്തി ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എവിടെയാണോ പരമശിവനും മഹാവിഷ്ണുവും ഇരിക്കുന്നത് അവിടേക്ക് പോയി. അങ്ങനെ ദേവന്മാർക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അങ്ങനെ അവർ പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അടുത്തുപോയി സഹായം അഭ്യർത്ഥിച്ചു. അതായത് ദേവന്മാർക്ക് സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ത്രിമൂർത്തികളുടെ അടുത്തേക്ക് പോയത്. ദേവന്മാർക്ക് 3-ാമത്തെ ദശമായിട്ടുള്ള യൗവനം മാത്രമേ ഉള്ളൂ. ബാല്യം, കൗമാരം, ജരാനര ഇവയൊന്നും ഇല്ല. അങ്ങനെ ആ ദേവന്മാർ പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അടുക്കൽ ചെന്ന് എന്താണോ അവിടെ സംഭവിച്ചത്, ഈ പരാജയം സംഭവിക്കാൻ കാരണമായ ആ യുദ്ധത്തെപ്പറ്റിയും എല്ലാം അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നടന്നതുപോലെ മഹിഷാസുരനാൽ അവിടെ ചെയ്യപ്പെട്ട പരാക്രമത്തെ, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ദേവന്മാർക്ക് സംഭവിച്ച പരാജയം, ആ പരാജയത്തെക്കുറിച്ചും വളരെ വിസ്തരിച്ച് അവരോട്, ദേവന്മാരോട്, അതായത് മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. മഹിഷാസുരൻ സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, വായു, ചന്ദ്രൻ മാത്രമല്ല യമൻ്റെയും വരുണൻ്റെയും ഇതുകൂടാതെ ദേവന്മാർക്ക് എന്തെല്ലാം ഉത്തരവാദിത്വങ്ങളുണ്ടോ മറ്റുള്ള എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളെ എല്ലാം ഇപ്പോൾ ഈ മഹിഷാസുരനാണ് തീരുമാനിക്കുന്നത്. ആ ദേവന്മാരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി മഹിഷാസുരൻ. എന്നിട്ട് അവരുടെ അധികാരമെല്ലാം സ്വയം അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ദുഷ്ടാത്മാവായ അവനാൽ, ആ മഹിഷാസുരനാൽ എല്ലാ ദേവഗണങ്ങളും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് മനുഷ്യരെ എന്ന പോലെ, മനുഷ്യർ എങ്ങനെയാണോ ഭൂമിയിൽ സഞ്ചരിക്കുന്നത് അതുപോലെ ഈ ഭൂമിയിൽ വന്ന് സഞ്ചരിക്കുകയാണ്. സാധാരണ മനുഷ്യരെപ്പോലെ ജീവിക്കാൻ തുടങ്ങി ദേവന്മാർ. ഈ ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള ആ മഹിഷാസുരൻ്റെ പ്രവൃത്തികൾ എല്ലാം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്കും വേറെ ഒരു മാർഗവും ഇല്ല. ഞങ്ങളിതാ നിങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കൊരാശ്രയം. മാത്രമല്ല, ആ മഹിഷാസുരൻ്റെ വധം, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാലും അതിനുള്ള ഒരു വഴി പെട്ടെന്ന് തന്നെ കണ്ടെത്തിയാലും, ഇപ്രകാരമുള്ള ദേവന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് ഭഗവാൻ മഹാവിഷ്ണുവും മഹാദേവനും തങ്ങളുടെ പുരികക്കൊടികളെയൊക്കെ ഇങ്ങനെ വളച്ച് അങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ചു. ഉഗ്രമായ കോപത്തെ അവരായിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്തു. അങ്ങനെ ആ കോപത്തെ ഉണ്ടാക്കിയ സമയത്ത് അതികോപം കൊണ്ട് നിറഞ്ഞവനായ ആ മഹാവിഷ്ണുവിൻ്റെ ആ വിസ്തൃതമായ മുഖത്ത് നിന്നും ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും മുഖങ്ങളിൽ നിന്നും
ഒരു വലിയ തേജസ് പുറപ്പെട്ടു. ഈ ഒരു തേജസ് പുറപ്പെടുവിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ കോപം. അങ്ങനെ ആ കോപത്തിൽ നിന്നാണ് മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും മുഖത്ത് നിന്ന് വലിയൊരു തേജസ് പുറത്തേക്ക് വന്നു. അതുകൂടാതെ എല്ലാ ദേവന്മാരുടെയും ശരീരഭാഗങ്ങളിൽ നിന്നും തേജസ് പുറത്തേക്ക് വന്നു. മറ്റുള്ള ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് തന്നെ വലിയൊരു തേജസ് പുറപ്പെട്ടു. ആ തേജസ് ഏകഭാവത്തെ പ്രാപിക്കുകയും ഈ തേജസ് എല്ലാം ഒരു ശരീരം എന്ന പോലെ അത് ഒന്നായി തീർന്നു. ആ ദേവകൾ അവിടെ ഇവരിൽ നിന്ന് പുറപ്പെട്ട ആ തേജസ് അവിടെ അതീവ ശോഭനമായിട്ടുള്ള ദിക്കുകൾ മുഴുവൻ പ്രകാശിപ്പിച്ചു കൊണ്ടുള്ള ജ്വാലകളെ കൊണ്ട് ശോഭിക്കപ്പെട്ട ദിക്കുകളോടു കൂടിയതായിരിക്കുന്ന ഒരു തേജസ്സിൻ്റെ ഒരു നിറകുടത്തെയാണ് അവർ കാണുന്നത്. ആ തേജസ്സിൻ്റെ കുടം ഒരു പർവ്വതം നിന്നങ്ങനെ ജ്വലിക്കുകയാണോ എന്ന് തോന്നുമാറ് അതങ്ങനെ അവരുടെ മുന്നിൽ കണ്ടു. അവിടെ അവരുടെ മുന്നിൽ ആ ദേവന്മാരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് ജനിച്ച ഒന്നിനോടും തുലനം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആ അനുപമമായ തേജസ് ഒരു ആകാരമായി തീർന്ന് ഒന്നായി തീർന്ന് അതിൻ്റെ ആ ദീപ്തി കൊണ്ട് ഈ 3 ലോകങ്ങളും പ്രകാശിക്കുന്നു. അങ്ങനെ ആ 3 ലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ തേജസ് പതുക്കെ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെട്ടു. അത് അവരുടെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. അവിടെ ഓരോ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്നുണ്ടായ തേജസ് ആ ദേവീരൂപത്തിൻ്റെ ആ ദേവീ സ്വരൂപത്തിൻ്റെ ഏതൊക്കെ അവയവങ്ങളായി തീർന്നു എന്ന് പറയാണ്. ഏതൊരു ശംഭുവിൽ നിന്ന്, അതായത് മഹാദേവനിൽ നിന്ന് തേജസ് ഉണ്ടായോ ആ ശിവ തേജസ് കൊണ്ട് ആ ദേവീ സ്വരൂപത്തിന് ഒരു മുഖം ഉണ്ടായി വന്നു. യമദേവൻ്റെ തേജസ് കൊണ്ട് ആ ദേവിയുടെ കേശങ്ങൾ മുടിയും ഉണ്ടായി. വിഷ്ണു തേജസ് കൊണ്ട് ആ ദേവിയുടെ കൈകളും ഉണ്ടായി. 18 കൈകൾ നീല നിറത്തിൽ ഉണ്ടായി. ചന്ദ്രൻ്റെ തേജസ് കൊണ്ട് ദേവിയുടെ 2 സ്തനങ്ങൾ ഉണ്ടായി വന്നു. ഇന്ദ്രൻ്റെ തേജസ് കൊണ്ട് ദേവിയുടെ മധ്യഭാഗം ഉണ്ടായി. വരുണ തേജസ് കൊണ്ട് അരക്കെട്ടിന് പിൻഭാഗവും ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് ദേവിയുടെ പാദങ്ങളുണ്ടായി. സൂര്യൻ്റെ തേജസ് കൊണ്ട് ആ പാദങ്ങളുടെ വിരലുകളും അഷ്ടവസുക്കളുടെ തേജസ് കൊണ്ട് കൈവിരലുകളും കുബേരൻ്റെ തേജസ് കൊണ്ട് മൂക്കും ഉണ്ടായി വന്നു. പ്രജാപതി, ദക്ഷൻ മുതലായ പ്രജാപതികളുടെ ആ തേജസ്സിൽ നിന്നാണ് ആ ദേവിയുടെ പല്ലുകൾ ഉണ്ടായത്. അപ്രകാരം അഗ്നിയുടെ തേജസ്സിനാൽ 3 കണ്ണുകൾ ഉണ്ടായി. പ്രഭാത സന്ധ്യയുടെയും പ്രദോഷ സന്ധ്യയുടെയും തേജസ് പുരികങ്ങളായി തീർന്നു. വായുവിൻ്റെ തേജസ് 2 ചെവികളായും ഭവിച്ചു. ഇങ്ങനെ മറ്റുള്ള ദേവന്മാരുടെയും ആ തേജസ്സുകളുടെ പരിണാമം തന്നെയാകുന്നു ആ മംഗളമൂർത്തിയായ ദേവി. ഇങ്ങനെയാണ് ആ സർവമംഗളകാരിയായ ദേവിയുടെ അടുത്ത ഉത്ഭവം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ദേവീ രൂപത്തെ കണ്ടപ്പോൾ ആ ദേവന്മാരുടെ തേജസ്സുകൾ എല്ലാം കൂടിച്ചേർന്ന് ഉണ്ടായ ആ ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനാൽ മർദ്ദിക്കപ്പെട്ട ദേവന്മാർ വളരെയധികം സന്തോഷത്തെ പ്രാപിച്ചു. ഇങ്ങനെ വന്ന ആ ദേവി തന്നെയാണ് മഹിഷാസുരനെ വധിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ ആ ദേവന്മാർ ഇങ്ങനെ ഒരു ദേവീ സ്വരൂപത്തെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. ഇനി ഈ ദേവന്മാർ കൊടുത്ത പല ആയുധങ്ങളുമാണ് ദേവിയുടെ ആയുധങ്ങളായി തീർന്നത് എന്ന് പറയുകയാണ്. പിനാകത്തെ ധരിച്ചവനായ ആ ശിവൻ തൻ്റെ ശൂലത്തിൽ നിന്ന് പുതിയൊരു ശൂലത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ ദേവിക്കായി കൊണ്ടുകൊടുത്തു. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്തിൽ നിന്ന് പുതിയൊരു ചക്രത്തെ സൃഷ്ടിച്ചിട്ട് ദേവിക്ക് കൊടുത്തു. വരുണദേവൻ ശംഖിനെ കൊടുത്തു. അഗ്നിദേവൻ ശക്തി എന്ന് പേരായ വേലിനെയും ആ ദേവിക്ക് സമ്മാനിച്ചു. വായുദേവൻ വില്ലിനെ കൊടുത്തു. അമ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആവനാഴിയും കൊടുത്തു. ദേവന്മാരുടെ രാജാവായ 1000 കണ്ണുകളുള്ള ആ ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്തിൽ നിന്ന് വജ്രത്തെയും ഐരാവതം എന്ന ആനയിൽ നിന്ന് വലിയൊരു മണിയെയും സൃഷ്ടിച്ചിട്ട് ആ ദേവിക്ക് കൊടുത്തു. യമദേവൻ കാലദണ്ഡത്തിൽ നിന്ന് ദണ്ഡം എന്ന പുതിയൊരു ആയുധത്തെയും വരുണൻ കയറിനെയും കൊടുത്തു. ലോകസൃഷ്ടാവായ ബ്രഹ്മാവ് ഒരു ജപമാലയെയും ജലപാത്രത്തെയും
ആ ദേവിക്ക് കൊടുത്തു. സൂര്യൻ ദേവിയുടെ ഓരോ രോമകൂപങ്ങളിലും തൻ്റെ രശ്മികളെ പ്രവേശിപ്പിച്ചു. അത്രമാത്രം തേജസ്സായിരുന്നു ദേവിയുടെ ശരീരത്തിന്. ആ കാലനാകട്ടെ ദേവിക്ക് ഒരു വാളിനെയും പരിചയെയും കൊടുത്തു. പാൽക്കടൽ നിർമ്മലമായ ഒരു മാലയെ കൊടുത്തു. ഒരിക്കലും നശിക്കാത്ത വസ്ത്രങ്ങളെയും കൊടുത്തു. ഇനി വിശ്വകർമാവ് ദേവിക്ക് കൊടുത്ത സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്നു. ചൂടാമണി, ദിവ്യമായ ശിരോരത്നം, കഴുത്തിലണിയുന്ന ആഭരണങ്ങൾ, വളകൾ. ദേവിയുടെ ശിരസിൽ അർദ്ധചന്ദ്രനെ അലങ്കാരമായി അണിഞ്ഞിട്ടുണ്ട്. അതും വിശ്വകർമാവ് കൊടുത്തതാണ്. ദേവിയുടെ എല്ലാ കൈകളിലും തോൾവളകൾ ഉണ്ട്. ഇതും വിശ്വകർമാവ് കൊടുത്തു. നിർമ്മലമായ പാദസരങ്ങൾ, കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ആഭരണം, അത്യുത്തമമായിട്ടുള്ള, ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നില്ല, അത്രയും ശ്രേഷ്ഠമായ കഴുത്തിലണിയുന്ന കണ്ടാഭരണങ്ങളും, എല്ലാ കൈവിരലുകളിലും നല്ല മോതിരങ്ങൾ, ഇതും വിശ്വകർമാവാണ് കൊടുത്തത്. അതിനിർമ്മലമായിട്ടുള്ള പരശു എന്ന ആയുധത്തെയും കൊടുത്തു. ഇതുകൂടാതെ പല പ്രകാരത്തിലുള്ള അസ്ത്രങ്ങളും അപ്രകാരം ആർക്കും മുറിക്കാൻ സാധിക്കാത്ത കവചവും കൊടുത്തു. ദേവശില്പിയാണ് വിശ്വകർമാവ്. സമുദ്രം ആ ദേവിക്ക് തലയിലും മാറിലും വേറെ വേറെയായി ധരിക്കാനായിട്ട് ഒരിക്കലും വാടാത്ത താമരപ്പൂക്കളെ കൊണ്ടുണ്ടാക്കിയ മാല കൊടുത്തു. കൂടാതെ അതിമനോഹരമായ താമരപ്പൂവ് കയ്യിൽ വയ്ക്കാനായിട്ട് കൊടുത്തു. ഹിമവാൻ സിംഹവാഹനത്തെയും പലതരത്തിലുള്ള രത്നങ്ങളെയും കൊടുത്തു. കുബേരൻ മധുകൊണ്ട് എപ്പോഴും പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന ഒരു പാനപാത്രവും കൊടുത്തു. ആദിശേഷൻ്റെ വിശേഷണം പറയുന്നു. ആരാണോ ഈ ഭൂമിയെ ധരിക്കുന്നത്, അങ്ങനെയുള്ള ആ ആദിശേഷൻ എല്ലാ നാഗങ്ങളുടെയും അധിപനും കൂടിയായിട്ടുള്ള ആ ആദിശേഷൻ ഉത്തമ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന നാഗങ്ങളെ കൊണ്ടുള്ള ഒരു നാഗമാല ദേവിക്ക് കൊടുത്തു. ദേവി മറ്റുള്ള ദേവന്മാരാലും അപ്രകാരം അലങ്കാരങ്ങളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും സമ്മാനിക്കപ്പെട്ടവളായപ്പോൾ പിന്നെയും വളരെയധികം സന്തോഷാധിക്യത്താൽ എന്ന പോലെ ഉച്ചത്തിൽ അട്ടഹാസത്തോടുകൂടി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ദേവിയുടെ ആ ഭയങ്കരമായ നാദത്താൽ ആകാശം മുഴുവൻ നിറയ്ക്കപ്പെട്ടു. ആ ദേവിയുടെ മുഖം അങ്ങനെ പ്രകാശപൂരിതമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അട്ടഹാസം തൻ്റെ ശത്രുക്കളെ യുദ്ധത്തിൽ താൻ സംഹരിക്കും എന്നുള്ള ആ ഒരു വീരരസ ആവിർഭാവമാണ്. ദേവിയുടെ ആ വീരശൂര പരാക്രമം ആ അട്ടഹാസത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മായ എന്നാൽ അളക്കാൻ പറ്റുന്നത്. കാലദേശങ്ങൾക്ക് അതീതമായ ആ ചൈതന്യത്തെ അളന്നിട്ട് ദിക്കുകളായും കാലങ്ങളായും സമയങ്ങളായും ഒക്കെ അളന്ന് അങ്ങനെ മാറ്റിയത് പ്രകൃതിയാണ്. ആ മായാദേവിയാണ് അപ്പോൾ മായ എന്നതിനെ അളന്ന് തിട്ടപ്പെടുത്തിയത് എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ആ മായ എന്നത് അളക്കാൻ സാധിക്കാത്ത അതിമഹത്വമായ ആ നാദം, ദേവിയുടെ അട്ടഹാസത്തിന് ആ പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിക്കത്തക്ക ഒരു ധ്വനി ഉണ്ടായി. അങ്ങനെ ആ ദേവിയുടെ അട്ടഹാസവും അതിൻ്റെ തിരിച്ചുള്ള ഒരു പ്രതിധ്വനിയും എല്ലാം കൂടെ സമസ്തങ്ങളായ ലോകങ്ങളും കുലുങ്ങാൻ തുടങ്ങി. സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞു തുടങ്ങി. ആകപ്പാടെ പ്രപഞ്ചമാകെ ഇളകുന്ന ഒരു അവസ്ഥ. ഈ ഭൂമി ഇളകി. ഭൂമിയെ ധരിക്കുന്ന പർവ്വതങ്ങൾ, സമസ്തങ്ങളായ പർവ്വതങ്ങളും ചലിക്കാൻ തുടങ്ങി. ദേവകൾ ആ സിംഹവാഹിനിയായ ദേവിയോട് ജയിച്ചാലും ദേവി എന്ന് വളരെ സന്തോഷത്തോടെ അവർ പറയുകയും ചെയ്തു. ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള ആ മഹിഷാസുരൻ തുടങ്ങിയ അസുരന്മാർ അവരും ശ്രദ്ധിച്ചു. 3 ലോകങ്ങളും ആളുകൾ അങ്ങനെ വിറയ്ക്കുകയാണ്. സമസ്ത പ്രപഞ്ചവും ആകെ ക്ഷോഭിച്ചതായിട്ട് കണ്ടിട്ട് ആ മഹിഷാസുരനും കൂട്ടരും തയ്യാറാക്കപ്പെട്ട സകല സൈന്യങ്ങളോടും കൂടിയവരായി ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടും അവിടെ നിന്ന് എഴുന്നേറ്റു. തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. മഹിഷാസുരന് ആശ്ചര്യം. എന്താണിത്? എവിടെ നിന്നാണ് ഈ ശബ്ദം? എന്താണ് സംഭവിക്കുന്നത്? ദേഷ്യം കൊണ്ട് വിറച്ചിട്ട് കൂടെയുള്ളവരോട് ചോദിക്കുകയാണ് മഹിഷാസുരൻ. എന്നിട്ട് എല്ലാ അസുരന്മാരാലും ചുറ്റപ്പെട്ടവനായി ആ ശബ്ദം കേട്ട ആ ദേശത്തേക്ക്, ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അതിന് നേരെ കുതിച്ചു ഓടാൻ തുടങ്ങി. ആ ശബ്ദത്തെ പിന്തുടർന്ന് ഓടാൻ തുടങ്ങി. ആ മഹിഷാസുരൻ 3 ലോകങ്ങളിലും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ദേവിയെ കണ്ടു. എങ്ങനെയൊക്കെയുള്ള ദേവിയെയാണ് മഹിഷാസുരൻ കാണുന്നത് എന്ന് പറയുകയാണ്. ദേവിയുടെ തൻ്റെ പാദത്തിൻ്റെ ആ ഒരു
പാദത്തിൻ്റെ ചവിട്ട് കൊണ്ട് ഭൂമി അങ്ങ് താണുപോയതായിട്ട് മഹിഷാസുരൻ കാണുകയാണ്. ഇനി ദേവി ആകാശം മുട്ടെ അങ്ങനെ ആ ഒരു വിശ്വരൂപം തന്നെയായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ദേവിയുടെ കിരീടം അന്തരീക്ഷത്തെ സ്പർശിച്ചുകൊണ്ടാണ് ദേവിയുടെ കിരീടം നിൽക്കുന്നത്. ധനുസ്സിൽ നിന്ന് ഉണ്ടായ ആ ഞാണൊലി കൊണ്ട് പാതാള ലോകങ്ങളെയും ഇളക്കപ്പെട്ടിരിക്കുന്നു. ഇനി ദേവിയുടെ 1000 കൈകൾ കൊണ്ട് ചുറ്റുമുള്ള ദിക്കുകൾ ദേവിയുടെ കൈകളാലങ്ങനെ വ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്ന ദേവിയെയാണ് മഹിഷാസുരൻ കാണുന്നത്. അനന്തരം ആ ദേവിയോടുകൂടി ആ അസുരന്മാർക്ക്, സുരന്മാരെ ദ്വേഷിക്കുന്ന ആ അസുരന്മാർക്ക് പല വിധത്തിൽ ദേവിയിൽ നിന്ന് അയക്കപ്പെട്ട, ദേവിയാൽ പ്രയോഗിക്കപ്പെട്ട ദേവിയുടെ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്ന വാൾ, പരിച തുടങ്ങിയ ശസ്ത്രങ്ങൾ, എയ്തുവിടുന്ന കുന്തം, അമ്പ്, വില്ല് ഇവയാലും അസ്ത്രങ്ങളാലും ദിക്കുകൾ മുഴുവൻ പ്രകാശിക്കുകയാണ്. അതിൻ്റെ പ്രകാശം കൊണ്ട് ആ ദിക്കുകൾ മുഴുവനും പ്രകാശിക്കുന്ന യുദ്ധം ഉണ്ടായി. ദേവിയും അസുരന്മാരും തമ്മിൽ ഉടനെ തന്നെ യുദ്ധം ആരംഭിച്ച് ഇനി മഹിഷാസുരൻ്റെ സേനയിലെ പ്രമുഖരെ പരിചയപ്പെടുത്തുകയാണ്. മഹിഷാസുരൻ്റെ സേനാധിപതനായ ചിക്ഷുരൻ എന്നു പേരുള്ള മഹാസുരനും ചതുരംഗപ്പടയോടുകൂടെ സൈന്യബലത്തോടു കൂടിയതുമായ മറ്റ് അസുരന്മാരോടുകൂടി ചാമരം എന്ന അസുരൻ്റെ നേതൃത്വത്തിലാണ് ചതുരംഗസേന. ഇനി രഥങ്ങൾ എത്രയുണ്ട് എന്ന് പറയാണ്. 60,000 രഥത്തോടുകൂടെ ഉദഗ്രഥൻ എന്ന് പേരായ മഹാസുരൻ ആണ് 6000 രഥത്തോടു കൂടെ വന്ന് യുദ്ധം ചെയ്തത്. മഹാഹനു എന്ന അസുരൻ 1 കോടി തേരാണ് എടുത്തു വന്നിരിക്കുന്നത്. അസിലോമാവ് എന്ന മഹാസുരൻ 5 കോടി തേരുകളോടുകൂടെ വന്ന് യുദ്ധം ചെയ്തു. പാഷ്കളൻ എന്ന അസുരൻ, ആ യുദ്ധത്തിൽ 60 ലക്ഷം തേരുകളോടുകൂടെ വന്ന് യുദ്ധം ചെയ്തു. പരിവാരിതൻ എന്ന അസുരൻ ആന, കുതിര ഇതൊക്കെ 1000കണക്കിനാണ്. ഇവയുടെ സമൂഹങ്ങളാലും കോടി രഥങ്ങളാലും ചുറ്റപ്പെട്ടവനായിട്ട് ആ യുദ്ധത്തിൽ പോർ ചെയ്തു. ദേവിയോട് അനന്തരം വിടാലൻ എന്ന അസുരനും ആ യുദ്ധത്തിൽ 500 കോടി ഇത്രയും തേരുകളെ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ മറ്റുള്ള അസുരന്മാർ, അതിൽ മഹാസുരന്മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ 10,000 വീതം തേര്, ആന, കുതിര ഇവരെ കൊണ്ട് ചുറ്റപ്പെട്ടവരായിട്ട് ദേവിയോടുകൂടെ യുദ്ധം ചെയ്തു. അപ്രകാരം മഹിഷാസുരനും ആ യുദ്ധത്തിൽ രഥങ്ങളുടെയും ആനകളുടെയും കുതിരകളുടെയും 1000 കോടി ഉണ്ട്. ഇവയാൽ ചുറ്റപ്പെട്ടവനായിട്ട് അങ്ങനെ ആയിത്തീർന്നു. അങ്ങനെ ദേവിയോട് യുദ്ധത്തിനായി ഒരുങ്ങി നിന്നു. ഇനി ആയുധങ്ങളെക്കുറിച്ച് പറയാണ്. ആ യുദ്ധത്തിൽ തോമരങ്ങൾ എന്ന ആയുധം, വിശേഷങ്ങളെ കൊണ്ടും കൈകൊണ്ട് എറിയുന്ന ഒരു ദണ്ഡ്, അതാണ് കവിണി, വേലുകളെ കൊണ്ടും ഉലക്കകളെ കൊണ്ടും കോടാലി, വീതിയുള്ള വാളുകൾ കൊണ്ടും ദേവിയോടുകൂടെ യുദ്ധം ചെയ്തു. ചില അസുരന്മാർ വേലുകളെയാണ് പ്രയോഗിച്ചത്. ചിലർ കയറുകളെ ദേവിയുടെ നേർക്ക് എറിഞ്ഞു. അപ്രകാരം അന്യന്മാരായ ചില മഹാസുരന്മാർ വാളുകൾ കൊണ്ടുള്ള വെട്ടുകൾ കൊണ്ട് ആ ദേവിയെ നിഗ്രഹിക്കുന്നതിനായിട്ട് അത്യുത്സാഹം ചെയ്തു. ഇനി ദേവിയുടെ പരാക്രമത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ ദേവി, ആ ചണ്ഡികാദേവിയും തനിക്ക് നേരെ പ്രയോഗിച്ച ശസ്ത്രങ്ങളെയും എയ്തുവിട്ട അസ്ത്രങ്ങളെയും തൻ്റെ ശസ്ത്രങ്ങളെ കൊണ്ട് തൻ്റെ അസ്ത്രങ്ങൾ ഇവയെ കൊണ്ട് അവയുടെ നേർക്ക് തിരിച്ച് പ്രയോഗിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് ദേവി ചെയ്യുന്നത് എന്ന് പറയാണ്. ഒരു ലീല, ഒരു തമാശ, അത്രയും നിസ്സാരമായിട്ടാണ് ആ യുദ്ധം ദേവിക്ക് അനുഭവപ്പെട്ടത്. ഒരു കളിയായിട്ട് ഇതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് ദേവി ഛേദിച്ചു കളഞ്ഞു. ഒരു വാട്ടവുമില്ലാത്ത മുഖത്തോടു കൂടിയ ദേവി ഇത്രയും അസുരന്മാരോട് ഒറ്റയ്ക്ക് എതിരിട്ടിട്ടും ഒരു വാട്ടവുമില്ലാത്ത മുഖത്തോടു കൂടെയാണ് ദേവി ഇരിക്കുന്നത്. ദേവിയുടെ ആ ഒരു വീര്യത്തെ കൂട്ടാനായിട്ട് ദേവ ഋഷികളാൽ സ്തുതിക്കപ്പെടുന്നവളും ആ ഈശ്വരിയായ ഭഗവതി അസുരന്മാരുടെ ശരീരങ്ങളിൽ ശസ്ത്രങ്ങളെയും, ഇനി ദേവി മാത്രമല്ല ദേവിയുടെ വാഹനമായ ആ സിംഹവും ആ അസുരന്മാരോട് എതിരിട്ടു എന്ന് പറയാണ്. ദേവിയുടെ വാഹനമാകുന്ന സിംഹം, ആ സിംഹവും കോപിച്ചവനായിട്ട് തൻ്റെ സ്കന്ധരോമങ്ങളൊക്കെ അങ്ങനെ ഇളക്കിയിട്ട്
ആ അസുര സൈന്യങ്ങളിലേക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു എന്നാണ്. ഒരു വനത്തിൽ അഗ്നി പ്രവേശിച്ചാൽ എങ്ങനെ എന്നതുപോലെ ആ സിംഹം ഓടിച്ചെന്നു എന്നാണ്. ആ അസുര സൈന്യങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു ആ സിംഹം എന്നാണ് പറയുന്നത്. ഇതുവരെ ദേവി ഒറ്റയ്ക്കായിരുന്നു. ഇനി ദേവിക്ക് കൂട്ടായിട്ട് ദേവിയുടെ നിശ്വാസങ്ങൾ തന്നെ ദേവിയുടെ പ്രതിരൂപങ്ങളായ ഗണങ്ങളായിട്ട് സൈന്യഗണങ്ങളായി മാറി എന്നാണ് പറയുന്നത്. ആ ദേവി ചണ്ഡികാദേവി ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു പരാക്രമത്തിലാണ് ദേവി. അങ്ങനെ ഉണ്ടാകുന്ന ആ നിശ്വാസങ്ങൾ യാതൊരു നിശ്വാസത്തെ പുറത്തേക്ക് കളഞ്ഞുവോ ആ നിശ്വാസങ്ങൾ തന്നെ വളരെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് സൈന്യങ്ങളായി ദേവി തന്നെ പലതായി. അങ്ങനെ ചണ്ഡികാ സമൂഹങ്ങളായി സംഭവിച്ചു. ആ ചണ്ഡികാ സമൂഹങ്ങളാണ് ഇനി അസുരന്മാരോട് എതിരിടാൻ പോകുന്നത്. ആ ദേവിയുടെ നിശ്വാസങ്ങൾ തന്നെ ഗണങ്ങളായി മാറിയപ്പോൾ, ചണ്ഡികാ ഗണങ്ങളായപ്പോൾ ദേവിയുടെ ശക്തിയാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരായിട്ട് ദേവി അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്യുക, ധൈര്യമായി യുദ്ധം ചെയ്യുക, എന്നിട്ട് കോടാലികളെ കൊണ്ടും ഒരു പ്രത്യേക തരത്തിലുള്ള ദണ്ഡ്, വാൾ, വലിയ വീതിയുള്ള വാൾ ഇവയെ കൊണ്ട് ആ അസുരഗണങ്ങളെ നശിപ്പിക്കുന്നവരായിട്ട് യുദ്ധം ചെയ്തു ആ ചണ്ഡികാ ഗണങ്ങൾ. ആ യുദ്ധ മഹോത്സവത്തിൽ ദേവിയുടെ ഗണങ്ങൾ ആ വലിയ പെരുമ്പറ അങ്ങനെ കൊട്ടിഘോഷിക്കുകയാണ്. അപ്രകാരം മറ്റുള്ള ദേവീഗണങ്ങൾ ശംഖങ്ങളെ മുഴക്കി, മറ്റ് ചില ദേവീഗണങ്ങൾ മൃദംഗങ്ങളെ കൊട്ടിഘോഷിക്കുകയാണ്. ആ ദേവിമാർക്ക് ഇതൊരു ഉത്സവമാണ്. അനന്തരം ദേവി ത്രിശൂലം കൊണ്ടും ഗദ കൊണ്ടും വേലുകളുടെ വർഷങ്ങളെ കൊണ്ടും വാളുകളുടെ പ്രയോഗം കൊണ്ടും ആ മഹാസുരന്മാരെ 100 നിഗ്രഹിച്ചു. ദേവിയുടെ കയ്യിലുള്ള വലിയ മണി മുഴക്കിയ സമയത്ത് ആ മണിമുഴക്കത്തിൻ്റെ ശബ്ദത്താൽ തന്നെ ചില അസുരന്മാർ മോഹിപ്പിക്കപ്പെട്ടു. അങ്ങനെ മോഹിപ്പിക്കപ്പെട്ടവരെ അവരെ ഭൂമിയിൽ പതിപ്പിക്കുകയും ചെയ്തു. മറ്റു ചില അസുരന്മാരെ തൻ്റെ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് അവരെ വലിച്ചിഴച്ചു. ചില മഹാസുരന്മാർ ദേവിയുടെ തീക്ഷ്ണങ്ങളായ വാൾ പ്രയോഗത്താൽ 2 മുറിക്കപ്പെട്ടു. അപ്രകാരം വേറെ ചിലർ ദേവിയുടെ ഗദ കൊണ്ടുള്ള പ്രഹരത്താൽ മർദ്ദിക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ വീണു. ചിലരെ ദേവി ഇരുമ്പുലയ്ക്ക കൊണ്ടുള്ള നല്ല വണ്ണമുള്ള ആ അടി കൊണ്ടിട്ട് ചോര ഛർദ്ദിച്ചു. ചിലർ ശൂലം കൊണ്ട് മാറിടം ഭേദിക്കപ്പെട്ടവരായിട്ട് മാറി. അങ്ങനെ അവർ ഭൂമിയിൽ പതിച്ചു. ചിലർ ആ സേനയിലെ അഗ്രസേനന്മാരായ അസുരന്മാരിലെ ചിലർ ആ യുദ്ധത്തിന് മുൻപിൽ ആ ശരസമൂഹത്താൽ ആകെ നുറുങ്ങിപ്പോയി. അങ്ങനെ അവരുടെ പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. അവർ മരിച്ചു വീണു. ചിലരുടെ കൈകൾ ഛേദിക്കപ്പെട്ടു. അതുപോലെ മറ്റുള്ളവർ മുറിക്കപ്പെട്ട കഴുത്തോടു കൂടിയവരായി തീർന്നു. മറ്റു ചിലരുടെ ശിരസ്സുകൾ പതിച്ചു, ഭൂമിയിൽ പതിച്ചു. മറ്റുള്ളവർ അവരുടെ ഹൃദയം പിളർക്കപ്പെട്ടവരായി. മറ്റുള്ള മഹാസുരന്മാരാകട്ടെ കണങ്കാൽ മുറിക്കപ്പെട്ടവരായി തീർന്നു, എന്നിട്ട് ഭൂമിയിൽ പതിച്ചു. ഇനി മറ്റുള്ളവരെ ആ ദേവിയാൽ ചിലർ ആ കൈ, ഒരു കണ്ണ്, ഒരു കാൽ ഇങ്ങനെയൊക്കെ ആകപ്പെട്ടു ആ ദേവിയാൽ. ചിലർ 2 പിളർക്കപ്പെട്ടു. മറ്റുള്ളവർ ശിരസ് മുറിക്കപ്പെട്ട അവസരത്തിലും വീണു. പക്ഷേ വീണ്ടും എഴുന്നേറ്റ്, എന്നിട്ടും അവരുടെ കയ്യിലെ ആയുധങ്ങളെ കൊണ്ട് കബന്ധങ്ങളായിട്ട് ദേവിയോട് കൂടെ യുദ്ധം ചെയ്തു. അതാണ് അവരുടെ ആ ഒരു പരാക്രമം. എത്രയായിട്ടും അവർ വിട്ടുകൊടുക്കുന്നില്ല. ചില അസുരന്മാരാകട്ടെ ആ മൃദംഗം തുടങ്ങിയ വിദ്യാദികളുടെ ലയത്താൽ അങ്ങനെ മോഹിച്ചു പോയിട്ട് ശിരസ്സില്ലെങ്കിലും അവരവിടെ നിന്ന് നൃത്തം ചെയ്തു. അപ്പോൾ ദേവിയാൽ മോഹിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. ഛേദിക്കപ്പെട്ട ശിരസ്സുകളോട് കൂടി ആ കബന്ധങ്ങൾ 2 വശത്തു മൂർച്ചയുള്ള വാൾ ഇവയെ കൈകളിൽ പിടിച്ചുകൊണ്ടും വേറെ ചിലർ മഹാസുരന്മാർ ദേവിയോട് ആജ്ഞാപിക്കുകയാണ്. നിൽക്കൂ, നിൽക്കൂ, എവിടെ പോകുന്നു എന്നിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്യാൻ നിൽക്കുകയും ചെയ്യുന്നു. എവിടെയാണോ ആ വലിയ യുദ്ധം ഉണ്ടായത് അവിടെ ആ ഭൂമി വീഴ്ത്തപ്പെട്ട രഥങ്ങളാലും ആനകളാലും കുതിരകളാലും അതുപോലെ തന്നെ അസുരന്മാരെ കൊണ്ടും നിറഞ്ഞിട്ട് ഒരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റാതായി. ദേവിയാൽ വധിക്കപ്പെട്ട അസുരന്മാരാലും അവരുടെ കുതിര, ആന, രഥങ്ങൾ, ചിന്നിച്ചിതറിയ രഥങ്ങളാലും ആ ഭൂമി അങ്ങനെ നിറയ്ക്കപ്പെട്ടു. അവിടെ ആ അസുര സൈന്യങ്ങളുടെ നടുവിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രക്തപ്പുഴയുണ്ടായി. അസുരന്മാരുടെയും ആനകളുടെയും കുതിരകളുടെയും ഒക്കെ ശരീരത്തിൽ നിന്ന് വന്ന രക്തം ആ രക്തക്കൂട്ടം ഒരു വലിയ നദി പോലെയായി അവിടെ നിന്നങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇനി ദേവി എങ്ങനെയാണ് അവരെ നശിപ്പിച്ചത്?
എന്നതൊരു ഉപമയോട് കൂടിയാണ് പറയുന്നത്. ഒരു അഗ്നി വൈക്കോലിൻ്റെ കൂടെ എപ്രകാരമാണോ ക്ഷണനേരം കൊണ്ട് അത് കത്തിച്ചാമ്പലാകുന്നത്, അതുപോലെയാണ് ആ ദേവി ഒരു നിമിഷം കൊണ്ടാണ് ആ അസുരന്മാരെയും അവരുടെ സൈന്യത്തെയും ക്ഷണനേരം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു ദേവി. ഇനി ദേവി മാത്രമല്ല, ദേവിയുടെ വാഹനമായ സിംഹം, ആ സിംഹമാകട്ടെ തൻ്റെ ആ ജടയൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് വലുതായി ഗർജനം ചെയ്തുകൊണ്ട് ആ അസുരന്മാരുടെ ശരീരത്തിൽ നിന്ന് ഇനിയും പ്രാണൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലെ തോന്നുകയാണ്. ഇനിയും പ്രാണം പോകാത്തവരുണ്ടെങ്കിൽ അവരെയും അടിച്ചു കൊല്ലുകയാണ് ആ സിംഹം ചെയ്യുന്നത്. ഇങ്ങനെ വന്ന എല്ലാ അസുര സൈന്യത്തെയും ദേവിയും സിംഹവും കൂട്ടരും നശിപ്പിച്ചു. ഇത് കണ്ട് സന്തുഷ്ടരായ ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയെ ചെയ്തു. ഈ ദേവിയെ എപ്രകാരമാണോ സ്തുതിച്ചത്, അങ്ങനെ സ്തുതിക്കപ്പെടാൻ മാത്രമുള്ള പരാക്രമത്തോടുകൂടെ ആ ദേവിയിൽ നിന്ന് ഉണ്ടായ ദേവീ സമൂഹത്താലും അവിടെ ആ അസുരന്മാരോട് കൂടെ അപ്രകാരമായ ഭയങ്കരമായൊരു യുദ്ധം ഉണ്ടായി. ഇങ്ങനെ വന്ന ആ അസുര സൈന്യത്തെ മുഴുവൻ വധിച്ചതുകൊണ്ട് ദേവി സ്തുതിക്ക് അർഹയായി തീർന്നു. അങ്ങനെ ആ ദേവന്മാർ സ്തുതിച്ചു ദേവിയെ. അങ്ങനെ ആ മഹിഷാസുരൻ്റെ സൈന്യത്തെ മുഴുവൻ ദേവി വധിച്ചു. ഇങ്ങനെ മഹിഷാസുര സൈന്യവധം എന്ന രണ്ടാമത്തെ അധ്യായവും ഇവിടെ അവസാനിക്കുന്നു. ദേവന്മാരെ ഉപദ്രവിച്ചിരുന്നത് മഹിഷാസുരനും സൈന്യവുമായിരുന്നു. ദേവന്മാർ ചെന്ന് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അടുത്ത് ചെന്ന് ശരണം പ്രാപിച്ചപ്പോഴാണ് എല്ലാ ദേവന്മാരുടെയും തേജസ്സിൽ നിന്ന് ദേവി ഉത്ഭവിച്ചു. അങ്ങനെ ദേവിയും സിംഹവും ചേർന്ന് മഹിഷാസുര സൈന്യത്തെ വധിച്ചു. ഇതോടുകൂടെ ദേവീ മഹാത്മ്യത്തിലെ 1ഉം 2ഉം അധ്യായം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ രാധേ. ഈ പറഞ്ഞതത്രയും ആ രാധാകൃഷ്ണ പുണ്യപാദ പത്മ ചൈതന്യത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.